ബിദ്അത്തുകൾ ചെയ്താലുള്ള കുഴപ്പം എന്താണ്? കേട്ടോളൂ. ഒന്ന്, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുകയില്ല. അസ്തഗ്ഫിറുള്ളകൾ ചുണ്ടിൽ ഒന്നുയരും. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാണ്, ഇന്നല്ലാഹ ലാ, നിശ്ചയം അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്ത്? അത്തൗബത, തൗബ സ്വീകരിക്കുകയില്ല. മിൻ സാഹിബിൽ ബിദ്അ, ബിദ്അത്ത് ചെയ്യുന്നവനിൽ നിന്ന് ഹത്താ യദഅഹ, ബിദ്അത്തവൻ ഒഴിവാക്കുന്നത് വരെ അരിച്ചു പൊറുക്കുക, സൂക്ഷ്മമായി പരിശോധിക്കുക, പ്രമാണങ്ങളിലേക്ക് വരിക, തർക്കത്തിലിരിക്കുന്ന വിഷയത്തെ കൃത്യമായി നമ്മൾ പഠന വിധേയമാക്കുക. ലക്സി 5 വാങ്ങിയപ്പോൾ ഉറപ്പിച്ചിട്ടാണ് ലക്സി 5 വാങ്ങിയതെങ്കിൽ, 1 കിലോ ഓറഞ്ച് വാങ്ങിയപ്പോൾ അതിൽ കേടുവന്ന ഓറഞ്ചില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മത്തി വാങ്ങിയപ്പോൾ പൊട്ടിയ ഒരു മത്തി കഷ്ണം പോലും അതിൽ ഇല്ല എന്നുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദീന് വാങ്ങുമ്പോൾ ഉറപ്പിക്കാതെ വാങ്ങാൻ പറ്റില്ല. ദീന് വാങ്ങുമ്പോൾ അത് സ്ഥിരീകരിക്കാതെ വാങ്ങാൻ പറ്റില്ല. അത് കൃത്യമായി വ്യക്തമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ സുഹൃത്തുക്കളെ. അല്ലെങ്കിലോ അസ്തഗ്ഫിറുള്ളകൾ ഉയരും, പടച്ച റബ്ബ് പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. 2, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, ഹൗദുൽ കൗസറിലെ വെള്ളം ഉണ്ടാവുകയില്ല. സൂര്യൻ ജ്വലിക്കുന്നു. ഭൂമിയുടെ, ഇന്നത്തെ ഭൂമിയുടെ വലിപ്പമുള്ള 13 ദശലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം പോന്ന പവറിന്റെ ഏറ്റവും ശക്തമായ സോഴ്സിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ദിവസം തൊണ്ട നനക്കാൻ വെള്ളം ചോദിച്ച് മുത്ത് റസൂലുള്ളാഹിയുടെ ചാരത്തെത്തുമ്പോൾ പ്രവാചക തിരുമേനിയോട് ആ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഒരിക്കൽ കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കാത്ത, പിന്നീട് ക്ഷീണിക്കാത്ത വെള്ളത്തിന്റെ കപ്പുയർത്തുമ്പോൾ അള്ളാഹു പറയുന്ന, നബിയെ കൊടുക്കരുത് അവർക്കെന്ന്. മദ്യപിച്ചത് കൊണ്ടല്ല, വ്യഭിചരിച്ചത് കൊണ്ടല്ല, പലിശക്ക് കൊടുത്തത് കൊണ്ടല്ല. ഇതൊക്കെ മാരകമായ കുറ്റങ്ങളും നരകം ലഭിക്കുന്ന ശിക്ഷകളും തന്നെയാണ്. പക്ഷേ ഇവിടെ തടയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത റസൂൽ ചോദിച്ചു, ഉസൈഹാബി അല്ലാഹ്, പടച്ചോനെ എന്റെ അണികളല്ലേ ഇവർ? ഉടനെ അള്ളാഹുവിന്റെ റസൂലിന് കിട്ടിയ ഉത്തരം, അതെ, പക്ഷേ മതത്തിൽ നിനക്കു ശേഷം അവർ പുത്തൻ അഭിപ്രായങ്ങൾ ഉണ്ടാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം, MSMA മെഡിക്കൽ സ്റ്റുഡൻസിനെയും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെയും ഇരുത്തി മുസ്ലിം സമൂഹത്തിലെ കക്ഷിത്വവുമായി ബന്ധപ്പെട്ട ഇത്തരം മസലകൾ എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വെക്കുന്നു? പലപ്പോഴും ഈ വിഷയം പറയുമ്പോൾ എന്തുകൊണ്ട് സലഫികളുടെ വാചകങ്ങൾക്ക് ശക്തി കൂടുന്നു? അവര് ഒരു നാട്ടിലെത്തി ഈ വിഷയം പ്രസംഗിച്ചാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പാപ്പയും മോനും തമ്മിൽ തെറ്റിയാലും എന്തുകൊണ്ട് അജണ്ടകൾ അവസാനിപ്പിക്കാതിരിക്കുന്നു? 6 അടി മണ്ണ് നിഷേധിക്കപ്പെട്ടപ്പോൾ 6 അടി മണ്ണിലേക്ക് വെക്കാൻ ആ വ്യക്തിയെ കൊണ്ടുചെന്നപ്പോൾ മഹല്ല് ജമാഅത്ത് പറയുന്നു പറ്റില്ല എന്ന്, ഇവിടെ മറവ് ചെയ്യാൻ പറ്റില്ല, മതത്തിന്റെ പുറത്താണ് എന്ന്. 3 ദിവസം ആ മയ്യത്ത് മറവ് ചെയ്യാൻ കഴിയാതെ അതിൽ നിന്ന് നീരിറ്റി വീഴാൻ തുടങ്ങുമ്പോൾ നിയമത്തിന്റെയും പോലീസിന്റെയും പട്ടാളത്തിന്റെയും സപ്പോർട്ടോട് കൂടെ ആ മയ്യത്ത് മണ്ണിലേക്ക് വെച്ച് 4, 5, 10 ആളുകൾ, സലഫി പ്രസ്ഥാനത്തിന് ആളുമർത്തവുമില്ലാത്ത കാലത്ത് പള്ളിക്കാട്ടിലെ കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് വീട്ടിൽ റൂമിലടെ വാതിലടച്ച് നിൽക്കുന്നിടത്തേക്ക് പോകുന്നതിന് പകരം ഈ രംഗത്ത് ജനങ്ങളെ കുനൂത്തിന്റെ മസല ഇതാണ്, ജനങ്ങളെ ഭീമാ ഉമ്മച്ചയോട് പ്രാർത്ഥിക്കുന്നതിന്റെ മസല ഇന്നതാണ്, ജനങ്ങളെ മരണാനന്തര ചടങ്ങുകളുടെ മസല ഇന്നതാണെന്ന് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഈ പാവപ്പെട്ട മനുഷ്യർക്ക് പരലോകത്തെ ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടാനാണ്. അള്ളാഹുവിന്റെ റസൂൽ പിന്നെ ഹംസത്തുൽ ഖറാറിന്റെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹിച്ച് ചാട്ടുളി കൊണ്ട് എയ്തു വീഴ്ത്തിയപ്പോൾ ആ നെഞ്ചകം പിളർത്തി അന്ന് ആ സ്ത്രീ, ഹിന്ദു എന്ന സ്ത്രീ കരള് പറിച്ചെടുത്ത് ചമച്ചു തുപ്പിയപ്പോൾ രക്തം അവരുടെ ഈ 2 ചുണ്ടിന്റെയും ഭാഗത്തുകൂടെ ഒലിച്ചിറങ്ങിയപ്പോൾ രാക്ഷസയായി അവർ ആനന്ദ നൃത്തം ചവിട്ടിയപ്പോൾ പിതാവിനെ കൊന്നതിനുള്ള പ്രതികാരം തീർത്തപ്പോൾ ആ തെറ്റ് ചെയ്ത ആളുകൾക്ക് പോലും ചരിത്രത്തിന്റെ ഒരു സായാന്തനത്തിൽ മാപ്പ് നൽകിയ പ്രവാചക തിരുമേനിയുടെ മുന്നിൽ ദിക്റിന്റെയും തസ്ബീഹിന്റെയും തഹ്ലീലിന്റെയും പേരിൽ നല്ലതല്ലേ, പുണ്യകർമ്മമല്ലേ എന്ന വിചാരത്തോടു കൂടെ വന്നു നിൽക്കുന്ന മനുഷ്യർക്ക് വെള്ളം കൊടുക്കരുതെന്ന് പറയുമ്പോൾ ആ മാപ്പിന്റെ മനസ്സാക്ഷി പ്രവാചകൻ ഉണ്ടാകുമോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂൽ പറയും, പോടാ, എന്റെ മുന്നിൽ നിന്ന് പോ, എന്നെ നിനക്ക് കാണേണ്ടതില്ല, എനിക്ക് നിന്നെ കാണേണ്ടതില്ല, എന്റെ മതത്തിൽ നീ പുത്തൻ ചര്യ ഉണ്ടാക്കിയല്ലേ. അതുകൊണ്ട് നമസ്കാരത്തിലെ വിദ്യാർത്ഥി നാളെ തന്നെ ശുദ്ധീകരിക്കുക.
ആചാരത്തിലെ വിദഗ്ധി ശുദ്ധീകരിക്കുക. ഉപ്പയും ഉമ്മയും ഇല്ലാത്ത, രക്ഷിതാക്കളില്ലാത്ത ലോകത്തേക്ക് പോകേണ്ടവരാണ് സുഹൃത്തുക്കളെ നമ്മൾ. അവിടെ ഓരോരുത്തരും കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, ഓരോരുത്തരെയും ഏകന്മാരായി കൊണ്ടുവരപ്പെട്ട് വിചാരണ നിർവഹിക്കപ്പെടുന്ന വിചാരണ കോടതിയിൽ ഉത്തരം പറയേണ്ടവരാണ് നമ്മൾ എന്നത് മനസ്സിലാക്കി ഈ രംഗത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തും നരകത്തിലേക്കാണ്, എല്ലാ ബിദ്അത്തും വഴികേടുമാണ് എന്ന പ്രവാചക പാഠത്തിന്റെ അടികളായി നമ്മൾ തിരിച്ചു പോകേണ്ടി വരും.